ഹലോ ഗൈസ്, നിങ്ങളുടെ ഫേവറേറ്റ് മീൻ ഏതാ? എൻ്റെ ഫേവറേറ്റ് മീൻ എന്ന് പറയുന്നത് നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തിയാണ് കേട്ടോ. അതും മത്തി വറക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇവിടെ ജർമ്മനിയിൽ നമുക്ക് ഫ്രഷ് ചാളയൊന്നും കിട്ടത്തില്ല, അധികം ഫ്രോസൺ ആയിട്ടുള്ള ചാളയാണ് നമുക്ക് കിട്ടുന്നത്. അത് മോസ്റ്റ്ലി നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ചാള ക്ലീൻ ആക്കാത്തതായിരിക്കും. ഇവിടെ അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അത് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്കോ പറമ്പിലേക്കോ പോയിരുന്നു അത് നന്നാക്കി എടുക്കുക. പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അകത്ത് വെച്ച് ക്ലീൻ ആക്കിയാലും നമുക്കറിയാം ചാളയാണ്, നല്ല സ്മെല്ല് വരും. എത്ര ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാലും അതിന്റെ സ്മെല്ല് അങ്ങനെയൊന്നും പോകത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് വാങ്ങി ക്ലീൻ ചെയ്ത് വറുത്ത് കഴിച്ചേനെ. പക്ഷെ ഞാൻ താമസിക്കുന്ന ഒരു ഷെയർഡ് അപ്പാർട്ട്മെന്റിലായതുകൊണ്ട് നമ്മൾ അവരെ കൂടി കൺസിഡർ ചെയ്യണമല്ലോ. അവർക്ക് ഇങ്ങനത്തെ സ്മെല്ലൊന്നും തീരെ ഇഷ്ടമല്ല. ഞാനപ്പോൾ അധികവും വാങ്ങുന്നത് ഇതുപോലെ ക്യാനിൽ കിട്ടുന്ന മീനാണ്. പക്ഷെ ഈ ക്യാനിൽ കിട്ടുന്ന മീനിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിന്റെ തൊലിയും മുള്ളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് വറുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഞാൻ അധികവും ക്യാനിൽ കിട്ടുന്ന മീൻ കറി വെക്കുകയോ അല്ലെങ്കിൽ മീൻ പീരയാക്കി എടുക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ തോരൻ പോലെ ഒലത്തിയൊക്കെ എടുക്കുവോ, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം നെറ്റ് ഓയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങി. ഇതിൽ എഴുതിയേക്കുന്ന സാർഡിനൻ ഇൻ സൊണ്ണൻ ബ്ലൂമൻ ഓയിൽ എന്നാണ്. അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ ഇട്ടായിരിക്കും ഈ മീൻ അവർ ക്യാനിൽ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ മീറ്റ് ഹൗട്ട് ഉണ്ട് ഗ്രേറ്റ് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് സ്കിന്നും മുള്ളൊക്കെ ഉണ്ടെന്നാണ് എഴുതിയേക്കണത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മേടിച്ചിട്ട് എങ്ങനെയുണ്ട് ഒന്ന് വറുത്ത് നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്കിന്ന് ഈ മീൻ വറുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സംഭവം പാളിപ്പോയ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല ഗൈസ്, നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാൻ ഓപ്പൺ ആക്കി അതിലുണ്ടായിരുന്ന എണ്ണ ഒരു പാനിലേക്ക് മാറ്റി. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ചധികം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. എണ്ണയിൽ കിടന്നുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ മസാലയെല്ലാം മീനിൽ തേച്ച് പിടിപ്പിച്ചത്, അല്ലെങ്കിൽ മീൻ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി പാൻ ഓവനിൽ വെച്ച് നമുക്ക് മീനുകളെല്ലാം ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. ക്യാനിൽ കിട്ടുന്ന മീനുകളൊക്കെ തന്നെ ഓൾറെഡി കുക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മറിച്ചിടാം. അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് ചോറും നമ്മുടെ മത്തി വറുത്തും എടുത്തിട്ടുണ്ട്. കൂടെ കോമ്പിനേഷനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് തൈരാണ് കേട്ടോ. ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് തൈര് ഈ കാണിക്കുന്ന ഗ്രീക്ക് യോഗോട്ടാണെന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം. തൈരിട്ട് കൂട്ടി കുഴച്ച ഈ ചോറിലേക്ക് നമുക്കൊരു കഷ്ണം ചാള വറുത്തത് ഇങ്ങനെ കഴിച്ചു നോക്കാം. സൂപ്പർ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി. മീനും മോര് സത്യത്തിൽ വിരുദ്ധാഹാരം എന്തോ ആണ് പറയുന്നത്. പക്ഷെ എന്നെ പോലെ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ കമന്റ് ബിലോ.